കേരളത്തിൻ്റെ രീതികൾക്ക് മാറ്റം സംഭവിക്കുന്നു. മതനിരപേക്ഷതയുടെ വിളനിലം എന്ന നിലക്ക് നിന്ന കേരളത്തിന് ആ നില അവകാശപ്പെടാൻ കഴിയാത്ത സാഹചര്യം ഉരുത്തിരിഞ്ഞു വരുന്നു. അതിനിടയാക്കിയത് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇതേവരെ അധികാരത്തിലുണ്ടായിരുന്ന, കഴിഞ്ഞ 10 വർഷമായി അധികാരത്തിലുണ്ടായിരുന്ന LDF പരാജയപ്പെടുകയും പുതിയ ഗവൺമെൻറ് അധികാരത്തിൽ വരികയും ചെയ്തപ്പോഴാണ്. സാധാരണഗതിയിൽ നമ്മുടെ കേരളത്തിലെല്ലാവരും മതനിരപേക്ഷ നിലപാട് സ്വീകരിക്കുന്നവരാണ്, സംഘപരിവാർ ശക്തികളൊഴികെ. അപ്പോൾ പുതിയ സർക്കാരിൽ നിന്നും സാധാരണഗതിയിൽ മതനിരപേക്ഷതയ്ക്ക് പോറലുണ്ടാക്കുന്ന ഒന്നും സംഭവിക്കില്ല എന്നാണ് നമ്മളെല്ലാവരും പ്രതീക്ഷിക്കുക. പക്ഷേ എന്താണ് അനുഭവം? ഒന്നിൻ്റെയും വലിയ തോതിലുള്ള വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. പക്ഷേ പുതിയ ഗവൺമെൻറ് അധികാരമേൽക്കുന്ന ദിവസം ഒരു പ്രത്യേക കാര്യം സംഭവിച്ചു. അന്ന് വന്ദേ മാതരം അവിടെ ചൊല്ലുന്ന നില വന്നു. വന്ദേ മാതരത്തിൻ്റെ കാര്യത്തിൽ രാജ്യത്തിന് പൊതുവായൊരു നയമുണ്ട്. ആ നയം നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലി അംഗീകരിച്ചതാണ്. ആ കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലിയിൽ രാജേന്ദ്ര പ്രസാദാണ് ആ കാര്യം പ്രഖ്യാപിച്ചത്. അത് മറ്റൊന്നുമായിരുന്നില്ല, വന്ദേ മാതരം ആ ഗാനം ഒരു 2 ചരണം കഴിഞ്ഞാൽ ഒരു പ്രത്യേക മതവിഭാഗത്തിൻ്റെ മാത്രമായിട്ടുള്ള ഗാനമാണ്. നമ്മുടെ രാഷ്ട്രമോ വ്യത്യസ്ത മതങ്ങളാണ്, വ്യത്യസ്ത മതക്കാരാണ്. ഒരു രാഷ്ട്രം അംഗീകരിക്കുന്ന ഗാനം എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അംഗീകരിക്കാൻ കഴിയുന്നതാവണം, എല്ലാവർക്കും ചൊല്ലാൻ കഴിയുന്നതാവണം. ഇവിടെ അതിൽ നിന്ന് വ്യത്യസ്തമായ നിലയാണ് വന്ദേ മാതരത്തിൻ്റെ ആദ്യത്തെ 2 ചരണം കഴിഞ്ഞാലുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലി തീരുമാനിക്കുകയാണ്, രാജേന്ദ്ര പ്രസാദ് പ്രഖ്യാപിക്കുകയാണ്, വന്ദേ മാതരത്തിൻ്റെ ആദ്യത്തെ 2 ചരണം മാത്രമേ ചൊല്ലേണ്ടതുള്ളൂ. ബാക്കി കാര്യങ്ങൾ മതനിരപേക്ഷതയ്ക്ക് ചേർന്നതല്ല, അത് പ്രത്യേക മതവിഭാഗത്തിൻ്റെ ഭാഗങ്ങളാണ്, അതൊഴിവാക്കിയാണ് ചൊല്ലേണ്ടത്. ഇത് വ്യക്തതയാർന്ന തീരുമാനമായിരുന്നു. രാജ്യത്തിൻ്റെ ഏതെങ്കിലും ഒരു ചടങ്ങിൽ വന്ദേ മാതരം ചൊല്ലേണ്ടി വന്നാൽ ഇങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നാണ് കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലി നിർദ്ദേശിച്ചത്. ഇപ്പോൾ മാത്രമല്ല, RSSന് ആ കാര്യത്തിലൊരു നിലപാടുണ്ട്. RSSന്റെ നിലപാട് വന്ദേ മാതരം പൂർണ്ണമായി ചൊല്ലണമെന്നാണ്. നമ്മുടെ പുതിയ ഗവൺമെൻറ് അധികാരമേൽക്കുന്ന ദിവസം അവിടെ കേട്ടത് വന്ദേ മാതരം ആലപിക്കുന്നു. വന്ദേ മാതരത്തിൻ്റെ ആദ്യത്തെ 2 ചരണങ്ങളല്ല, വന്ദേ മാതരം പൂർണ്ണമായി ആലപിക്കുകയാണ്. അത് RSS വേദിയിൽ ആലപിക്കും, RSSകാരാലപിക്കും. പക്ഷേ മതനിരപേക്ഷത അംഗീകരിക്കുന്ന ഒരു സർക്കാരിൻ്റെ ഭൂഷണമായിട്ടുള്ള കാര്യമല്ല അത്. എങ്ങനെയാണ് അത്തരമൊരു ഗാനം രാജ്യവും നേരത്തെ മുതൽക്ക് കോൺഗ്രസ് പാർട്ടിയും അംഗീകരിച്ച കാര്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി മുഴുവനായി ചൊല്ലുന്ന അവസ്ഥ വന്നത്? അത് RSS അജണ്ടയ്ക്ക് കീഴ്പ്പെടലല്ലേ, RSSനെ പ്രീതിപ്പെടുത്താനുള്ള നടപടിയല്ലേ? അങ്ങനെ സംഘപരിവാറിനെ പ്രീതിപ്പെടുത്തിക്കൊണ്ട് തുടങ്ങേണ്ടതാണോ ഭരണം? കേരളം അത്തരമൊരു നിലപാടാണോ സ്വീകരിക്കേണ്ടത്? കടുത്ത വിമർശനം ഉയർന്നു വന്നു, എല്ലാ ഭാഗത്തു നിന്നും വിമർശനം ഉയർന്നു വന്നു.